കണ്ടോ പത്ലു, ഈ ചെടികളിലൊക്കെ നല്ല നല്ല പൂക്കൾ ഉണ്ടാവും. അതെ അതെ, ഇവിടെല്ലാം നല്ല പൂക്കൾ വിരിയും, എങ്ങും പച്ചപ്പാവും. നിർബന്ധമായും എല്ലാവരും ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കണം. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. പത്ലു, നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കാം. കുറച്ചുകൂടെ മണ്ണ് മാറ്റി നോക്കാം. കുറച്ച് നല്ലോണം മണ്ണെടുത്ത് നോക്കാം. ഇതിലെന്താണ്? തുറന്നു നോക്കട്ടെ. എന്താ ഇത്? ഇതൊരു ക്യാമറയാണല്ലോ, അതും പുതിയതുപോലെ ഉണ്ടല്ലോ. ഇത് കണ്ടിട്ട് പഴയ മോഡലാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് പോയി ബാറ്ററി ഇട്ട് നോക്കാം പ്രവർത്തിക്കുന്നുണ്ടോന്ന്. ഞാൻ ബാറ്ററി എടുക്കാൻ പോയി ദേ വന്നു. ഇന്ന പിടിച്ച ബാറ്ററി. ആദ്യം ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. പത്ലു, സ്മൈൽ പ്ലീസ്. നൈസ് ഫോട്ടോ, സൂപ്പർ. ഓക്കെ ഓക്കെ. ഇതിനിടയിൽ കമ്പ എവിടുന്നാ വന്നേ? അതെ, ഇത് എവിടുന്നാ വന്നത്? ശരി, നീ എന്റെ ഒരു ഫോട്ടോ എടുക്ക, നോക്കാലോ. മോട്ടോ ചിരിക്ക, കുറച്ച് അങ്ങോട്ട് നിക്ക. എന്റെ അമ്മേ. അതെ, ഈ കമ്പ് തന്നെയാണല്ലോ ഫോട്ടോയിലും വന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ഈ ഫോട്ടോ അതിന് മുമ്പ് എടുത്തതല്ലേ, അതിന് ശേഷമല്ലേ ഈ കമ്പ് വന്ന് മുഖത്തടിച്ച്. നീ ഒന്നുകൂടെ നിക്ക്, ഞാൻ ഒരു ഫോട്ടോ കൂടെ എടുക്കാം. ഈ തേനീച്ചകളൊക്കെ ഇപ്പൊ ഇതിനിടയിൽ എവിടെന്നാ വന്നേ? ഈ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ. അതെ, ഇതെങ്ങനെ സംഭവിച്ചു? ഈ ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന തേനീച്ചക്കൂട് നമ്മുടെ പൂന്തോട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ മരത്തിൽ. മോട്ടു ഓടിക്കോ, തേനീച്ചകൾ വരുന്നുണ്ട്. എന്റെ മോട്ടോ, ഈ തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. എന്റെ അമ്മോ, ഇതെന്താണ്? നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ക്യാമറയിൽ ആദ്യം പതിയുന്നത്. എന്റെ മുഖത്ത് കമ്പ് വന്ന് അടിക്കുന്നത് ഈ ഫോട്ടോയിൽ ആദ്യം വന്നില്ലേ? എന്റെ തലയിൽ തേനീച്ചക്കൂട് വീഴുമെന്നുള്ള കാര്യം ആദ്യം പതിഞ്ഞതും ഈ ക്യാമറയിൽ തന്നെ ആണല്ലോ. എന്ന് വെച്ചാൽ ഇത് ഭാവി കാര്യങ്ങൾ പറയുന്ന ക്യാമറയാണെന്ന് അർത്ഥം അല്ലേ പത്ലു? വാ, നമുക്ക് ഗസീറ്റാറാമിന്റെ ഫോട്ടോ എടുത്ത് നോക്കാം, അയാൾക്ക് എന്ത് പണിയാ കിട്ടുന്നേന്ന്. ഇതെന്താ, ഖസീറ്റാറാമിന് നിധി കിട്ടാൻ പോകുന്നു? ദേ നോയിക്കേ. വാ, നമുക്കിത് അയാളോട് പറയാം, എന്നിട്ട് അയാൾക്ക് കിട്ടുന്ന നിധിയിൽ പകുതി നമുക്ക് ചോദിക്കാം. വേഗം പോവാം. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. നിധി ആരുടെ ആയാലും അതിന് ജോണിന് സ്വന്തം. ജോൺ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത അല്ലേ നമ്പർ 2? നിന്റെ ഈ കഥ പറച്ചിന് നിർത്ത, എന്നിട്ട് നമുക്ക് കസീട്ടറാമിനെ തപ്പാം. വാ. പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മോ, എന്തൊരു ചൂടാണ്. ഖസീറ്റാറാമിന് ഞാൻ വീശി തരാം. വേണ്ട വേണ്ട, എന്റെ റാമേട്ടന് ഞാൻ വീശി കൊടുത്തോളാം. ഇനിയുള്ള വീശലൊക്കെ എന്റെ പിള്ളേരെ നോക്കിക്കോളും. ഗസീറ്റിയെ സേവിക്കാൻ കഴിയുന്നത് എന്റെ സൗഭാഗ്യമാണ്. നിങ്ങളെല്ലാരും ഇതൊന്നും നിർത്തുന്നുണ്ടോ? എന്തായി കാണിക്കുന്നത്? എനിക്കത്ര ചൂടൊന്നും തോന്നുന്നില്ല. എടാ, ഗസീട്ട് പറഞ്ഞത് കേട്ടില്ലേ, അദ്ദേഹത്തിന് ഉഷ്ണിക്കുന്നില്ലെന്ന്. മതി, അദ്ദേഹത്തെ വിട്ടേക്ക്, വിട്. എടോ ചായക്കാരാ, നല്ല ചൂടുള്ള സമൂസ ഇങ്ങ് എടുത്തോ. ഗസീട്ടറാമിന് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഇന്ന് വിളമ്പി കൊടുക്കും. എനിക്ക് തോന്നുന്നത് ഇവരും എങ്ങനെയോ വിവരം അറിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ. റാമേട്ടൻ ഞങ്ങളുടെ കൂട്ടുകാരനാ, സമൂസയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം. ഗസീട്ടയ്ക്കുള്ള ചായ വേഗം എടുക്ക്. അതെ അതെ, വേഗം ചായ എടുക്ക്. ഞങ്ങളുടെ കൂട്ടുകാരന്, ഞങ്ങളുടെ വലിയേട്ടന്. കുടിക്ക്. കുടിക്ക്. ഗസീട്ട കുടിക്ക്, കുടിക്ക്. ഒന്നുമില്ല, കുടിക്ക്.
ആ, എന്റെ തൊണ്ട പോയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല വട്ട് പിടിച്ചോ? എന്റെ തൊണ്ട ഇപ്പൊ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ വേഗം ചെന്ന് ഡോക്ടറെ ഒന്ന് കാണട്ടെ. ഗസീറ്ററാമി നിൽക്കൂ, നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നു തരാം. യെസേട്ടാ, ഞങ്ങളും വരുന്നുണ്ട് കൂടെ. നിങ്ങളെ എങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ സാധിക്കില്ലല്ലോ. ഈ സ്ഥലം കുറച്ച് പെശകായതുകൊണ്ട് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതെന്താ ഇത്? ഞാൻ വല്ല സ്വപ്നവും കാണുകയാണോ? നിങ്ങൾക്ക് വേദനയുള്ള സ്ഥലത്ത് വെക്കാൻ ഞാൻ പ്ലാസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ പ്ലാസ്റ്ററും കൊണ്ടുവന്നിട്ടുണ്ട്, ബാമും കൊണ്ടുവന്നിട്ടുണ്ട്. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ എല്ലാരും എന്തിനാ വെറുതെ എന്റെ പുറകെ ഇങ്ങനെ കെട്ടിയെടുക്കണേ? എന്നൊന്ന് വെറുതെ വിട്ടോണേ. ഞാൻ നിങ്ങളോട് വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിക്കേണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ കാരണമല്ലേ നിങ്ങൾക്ക് വേദന ഉണ്ടായത്. അതുകൊണ്ട് പ്ലാസ്റ്റർ ഞാൻ ഒട്ടിക്കും. പ്ലാസ്റ്റർ ഞങ്ങൾ ഒട്ടിച്ചു തരാന്നേ. എന്നെ വിടൂ. അങ്ങനെ പറയരുത്. വിടാനല്ലേ പറഞ്ഞേ? അമ്മേ. മമ്മി. കണ്ടോ, മമ്മി മമ്മി എന്ന് നിലവിളിച്ചപ്പം അവസാനം മമ്മി പോലെ തന്നെയായി. നീ മിണ്ടരുത്, ഇവ ഞങ്ങൾക്ക് സ്വന്തം. അല്ല റാമേട്ടൻ ഞങ്ങളെയാ. അയ്യോ ഭൂതം, ഓടിക്കോ. വഴി മാറി കണ്ണു കൊണ്ടിട്ടോ മനുഷ്യ തനിക്ക്. വേഗം ഓടാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്കും കാണാതാകും. ദാ നോക്കിയേ, എന്റെ ദൈവമേ, അതെന്തുവാ? നീ ഇത് കേട്ടിട്ടില്ലേ? ഈജിപ്തിലൊക്കെ ഇതുപോലുള്ള മമ്മികൾ കുറെ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ഈ മമ്മി ജീവനോടെ എഴുന്നേറ്റ് വരുന്നതെന്നാ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എല്ലാരും വഴി മാറിക്കോ. പുറകെ ഭൂതം വരുന്നുണ്ട്. ഭൂതം സിംഗം സാറേ, മമ്മി മമ്മി. എന്തു പറ്റിയ തന്റെ മമ്മിക്ക്? എന്റെ മമ്മിക്ക് ഒന്നും പറ്റിയില്ല. പക്ഷെ ഈജിപ്തിലെ മമ്മി വന്നു. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ സാറേ. സിംഗം സാറേ, ഓടിക്കോ. മമ്മി വരുന്നുണ്ട്, ഓടിക്കോ. നിന്റെ മമ്മി വരുന്നതിന് ഞാൻ എന്തിനു പേടിച്ച് ഓടണം? അയ്യോ, എന്റെ മമ്മി അല്ല സാറേ. പ്ലാസ്റ്റർ കെട്ടിയ മമ്മിയെ കുറിച്ച് പറഞ്ഞത്. ഈ പ്ലാസ്റ്റർ കെട്ടിയ മമ്മിയെ കണ്ട് ഞാൻ എന്തിനാ പേടിക്കണ്ടേ? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല ചിങ്കൽ സാർ. കോഫിനിലുള്ള ഈജിപ്തിലെ മമ്മി. ഓടിക്കോ. അതെ, അത് വന്നു വന്നു വന്നു. എന്റെ അമ്മോ, ഇവറ്റകൾ എന്താ ഈ മമ്മിയെ കണ്ടിങ്ങനെ പേടിക്കുന്നത്? മമ്മി ഈജിപ്തിന്റെ ആയണ്ട, ഇന്ത്യയുടെ ആയണ്ട. മമ്മി സ്നേഹത്തിന്റെ സ്വരൂപമല്ലേ? എന്തിനു പേടിക്കണം? വെൽക്കം മമ്മി. എന്റെ അമ്മോ, ഇതാണ് അവര് പറഞ്ഞ മമ്മി. ഈ മമ്മി എന്റെ അടുത്തേക്ക് വരരുത്. ഭൂതമ്മ, ഭൂതമ്മ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുത്തേക്ക് വരരുത്. എന്റെ റിയൽ മമ്മി, എന്നെ രക്ഷിക്കണേ. മമ്മി, അമ്മേ, അമ്മമ്മേ. ചിങ്കൻ സാറേ, നിങ്ങൾ ഇതുവഴി ഒരു മമ്മിയെ കണ്ടിരുന്നു. ഒന്ന് വേഗം പറ. ഞങ്ങള് കൊറേ നേരമായിട്ട് അതിനും തപ്പി നടക്കുക. ഓ, നിങ്ങളുടെ മമ്മി ദാ അവിടേക്ക് പോയിട്ടുണ്ട്. താങ്ക് യു സാറേ. ഓൾ ദ ബെസ്റ്റ്. ചെല്ല് ചെല്ല്. മോട്ടു പട്ലു, എനിക്ക് നിങ്ങളോട് അഭിമാനം തോന്നുന്നു. ഈ ധൈര്യം കണ്ട് ഈ നാട്ടുകാർക്ക് നിങ്ങളോട് അഭിമാനം തോന്നുന്നു. ഞാൻ നിങ്ങൾക്കൊരു സല്യൂട്ട് ചെയ്യട്ടെ. ദൈവം നിങ്ങളെ രണ്ടാളും രക്ഷിക്കട്ടെ. നിങ്ങൾക്കുള്ള സല്യൂട്ട് എന്റെ തോക്കൊണ്ട് തന്നെ ആവട്ടെ. അറ്റൻഷൻ. എന്റെ മമ്മി. എന്റെ അമ്മച്ചി പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മച്ചി എന്നെ അവന്മാരെ ഓടിച്ചോടിച്ച് ഒരു പരുവത്തിലാക്കി കളഞ്ഞു. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ദേ വീണ്ടും വന്നല്ലോ. ഓ, നിങ്ങൾ എല്ലാരും ചേർന്ന് എന്തിനാ വെറുതെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? നിങ്ങളോട് ഞാൻ വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. എന്നോട് ക്ഷമിക്കണം. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടണേ. നിന്റെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങ് എടുക്ക. ഗസീറ്റ, ഇവനൊരു തരി സ്വർണം പോലും കൊടുക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തല്ലേ, അതുകൊണ്ട് സ്വർണം മുഴുവൻ ഞങ്ങൾക്ക് തരണം. നിങ്ങളെല്ലാരും പപ്പാതി എടുത്തോന്നേ. എന്റെ അടുത്ത് അത് ഒരുപാട് ഉണ്ടല്ലോ. ദേ വരുന്നു. നിങ്ങൾ എല്ലാരും എന്തായി കാണിക്കുന്നേ? എനിക്കൊന്ന് എഴുതിയെടുക്കണമെന്നേ. ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോണു, എത്ര ദിവസത്തേക്കാ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോണെന്ന്. എന്താ പറഞ്ഞ്? ആര് എന്തൊക്കെ എത്ര ദിവസത്തേക്ക്? അതെ, ഇത് എന്റെ ബിസിനസ് അല്ലേ. ഈ മുക്കുപണ്ടൊക്കെ ഞാൻ വാടകയ്ക്കാ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വാടക കാശ് തന്നാ മതിന്നേ. എന്ത്? ഇത് മുഴുവനും മുക്ക് പണ്ടാണോ? ഈ മുക്കുവണ്ണത്തിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്? അവന്റെ ഒരു ക്യാമറ, ഇത് ശരിക്കും ഒരു പൊട്ട ക്യാമറയാ. പോട്ടെ.
അതെ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരോ ഇവിടെ എന്താ സംഭവിച്ചെന്ന്? ജയ് മോണരാജ, ഞങ്ങൾ ചെയ്യുന്നു പൂജ സർവസുഖങ്ങൾക്കും വേണ്ടി. ഓ സർവസുഖങ്ങൾക്കും വേണ്ടി. നീയാണിനി ഞങ്ങളുടെ അഭയം, നീയാണിനി ഞങ്ങളുടെ അഭയം, നീ ഞങ്ങൾക്ക് രാജാവ്, ഓ ഞങ്ങൾക്ക് നീ ഫോൺ രാജാവ്. ഹോയ്. ചേട്ടാ ഇതാ പ്രസാദം വാങ്ങിച്ചോളൂ. പൊളിച്ചെടുത്തല്ലോ. ഈ ലഡു ഞാൻ ആർക്ക് വേണ്ടിയാ മാറ്റി വെച്ചിരിക്കുന്ന മോട്ടോ? അതും കൊണ്ട് ഇങ്ങോട്ട് തന്നേ. ഭഗവാന്റെ പ്രസാദം കുറച്ചു മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതെന്താണ് നിങ്ങളൊക്കെ എന്ത് കാണാൻ നിൽക്കുക? തിന്നാൻ വന്നിരിക്കുന്നു. മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്. താനെന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാണ് ഞാൻ തന്നെ കഴിച്ചാ മതി. ഇത്ര ദൂരം വന്നത് നല്ല പ്രസാദം കഴിക്കാനല്ല. അയ്യോ ചേട്ടന്മാരെ അനിയന്മാരെ ഒന്ന് നിൽക്കേ. പ്രസാദം വന്ന് കഴിച്ചിട്ട് പോണേ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആരും പോവല്ലേ, അയ്യോ, പറയുന്നത് പോവല്ലേ. കേക്ക്. എന്റെ മോട്ടോ, നിന്റെ ഈ ഒടുക്കത്തെ പ്രസാദ കൊതി കാരണം നീ എല്ലാവരെയും പറഞ്ഞു വിട്ടു അല്ലേ? ഭഗവാന്റെ പ്രസാദം ഞാൻ ഭഗവാന് തന്നെ കൊടുക്കാൻ പോവാ പത്ലു. എന്റെ പൊന്നു ഭഗവാനെ, ദാ കഴിച്ചോളൂ അങ്ങയുടെ പ്രസാദം. ഭഗവാനുള്ള പ്രസാദം ഭഗവാൻ എനിക്ക് തന്നെ തന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ബെല്ലടിക്ക് ബെല്ലടിക്ക് ബെല്ലടിക്ക്, വേഗം ബെല്ലടിച്ചോ, ബെല്ലടിച്ചേ. ഹലോ, ചുവന്ന ബാഗിന്റെ കാര്യം എന്തായി? റോങ് നമ്പർ. നിങ്ങൾ വിളിച്ച നമ്പർ മാറിപ്പോയി. ഹലോ, ചുവന്ന ബാഗിന്റെ കാര്യം എന്തായി? എന്റെ പൊന്നു ചേട്ടാ, നീല പച്ച ചോപ്പ് അങ്ങനത്തെ ബാഗിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ആരാ? ഇതുവരെ 1 രൂപയുടെ ബിസിനസ് നടന്നിട്ടില്ല. ഞങ്ങളെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ആഹാ, ചുവന്ന ബാഗിന്റെ കാര്യം ശരിയായി. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഗുഡ്, വെരി ഗുഡ്. 1 മണിക്കൂറിനുള്ളിൽ ആ ബാഗുമായിട്ട് ഗാർഡനിൽ എത്തിച്ചേരുക. എന്നിട്ട് 50 ലക്ഷം രൂപ വാങ്ങിച്ചോളൂ. പൊളിച്ചു. ആഹാ, 1 മണിക്കൂറിൽ ഞാൻ ഗാർഡനിൽ എത്തിക്കോളാം. ആരായിരുന്നു വിളിച്ചത്? റോങ് നമ്പർ ആയിരുന്നു. ആരോ കളിപ്പിക്കാൻ വിളിച്ചതാ. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരുവോ? ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുള്ളതാ. ചുവന്ന ബാഗ് 50 ലക്ഷം രൂപ. എന്തൊക്കെ മോട്ടോ ഇത്? ഒരു ചുവന്ന ബാഗ് അങ്ങോട്ട് കൊടുക്കുന്നു, 50 ലക്ഷം രൂപ നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നു. പൊളിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ സമൂസയും കഴിച്ച് ജീവിക്കാലോ. ചിങ്കപ്പടയുടെ രാജാവ്, ഇടിമിന്നൽ കൊടിയുടെ രാജാവ്, നാട്ടുരാജാവു ഞാൻ. അതെ, നീ ജോണല്ലേ? താടി പഠിച്ച ആള് മാറുവോ? ഞാനിടഞ്ഞ ഒരു കൊമ്പനാന. എന്റെ പേരാണ് ബാറ്റ്മാൻ. സ്നേഹത്തോടെ നാട്ടുകാരന്റെ BM എന്ന് വിളിക്കും. നിങ്ങളുടെ പേരെന്താണാവോ? സുരേഷ്, രമേശ്, സതീഷ്, ധനേഷ്, മഹേഷ്. ബാഗ് എവിടെ? എന്റെ പേരാണ് മോട്ടു. സ്നേഹത്തോടെ നാട്ടുകാരന്റെ മോട്ടു എന്ന് തന്നെയാ വിളിക്കാറ്. നിങ്ങൾക്ക് ആവശ്യം ചുവന്ന ബാഗാണ്. 50 ലക്ഷം രൂപ എവിടെ? ബോംബ് എവിടെ? എടോ, ഏത് ബോംബ്? നീ ചുവന്ന ബാഗല്ലേ ചോദിച്ചത്? അതിബുദ്ധി കാണിക്കാനാ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒന്നെങ്കിൽ ഞങ്ങളുടെ 50 ലക്ഷം തിരിച്ചു കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ബോംബ് തരൂ. ഓടിക്കോ. എന്റെ മോട്ടോ, നീ എന്ത് കുടുക്കലാ പോയി ചാടിച്ച്? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്ക. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. 50 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ ചിങ്കത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ബോംബം എവിടെയാണെന്ന് അന്വേഷിപ്പിക്കാം. അതാ നോക്ക്, ചിങ്കം വരുന്നുണ്ട്. ഓടിക്കോ മോട്ടോ. ചിങ്കം വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓടുന്നതിൽ അർത്ഥമില്ലല്ലോ. എവിടെയാണ് ചിങ്കം?
ഞാനിത് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിന്നോട് കള്ളം പറഞ്ഞതല്ലേ? ഇങ്ങനെ ഓടി 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 എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്? നമ്മളിവിടെ അതും ഇതും പറഞ്ഞു നിന്നാ പണം കൈവിട്ടു പോകും. നമുക്ക് എത്രയും വേഗം അവരെ പിന്തുടരാൻ നോക്കാം. വരൂ ബോസ്, വേഗം പോകാം. വരൂ. പത്ലു, വരൂ നമുക്ക് ആ ടേബിളിനടിയിൽ ഒളിക്കാം. മോട്ടോ, ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എനിക്ക് വയ്യ, നീയും നിന്റെ ഒരു തീറ്റ പ്രാന്തം. ഞാൻ തോറ്റു. എങ്ങും കാണുന്നില്ലല്ലോ. ഇവരെവിടെയാ ഒളിച്ചിരിക്കുന്നേ? നല്ല മണം. നീ എന്നെ സമൂസ എടുത്ത് കഴിച്ചു, എന്നിട്ട് ഇപ്പൊ ഇതും കൂടി കഴിക്കാൻ പോവാണ്. എന്ത്? ഞാനപ്പ കഴിച്ചെന്താ പറയണേ? താഴെ ആരുണ്ട്? ഓടിക്കോ. ദില്ല്, ദില്ല്. ബോസ്, പാട്ട് പാടുന്നതൊന്ന് നിർത്ത. അവരുടെ നിന്ന് പൈസ വാങ്ങാൻ ഒരു നോക്ക്. മിനിറ്റ്. ഇനി നീയല്ല നിന്റെ അച്ഛൻ വിചാരിച്ച പോലും എന്നെ പിടിക്കാൻ പറ്റില്ല. ഇത് പിടിച്ചോ. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ആ സൂട്ട്കേസിനകത്തുള്ള പണം പകുതി പകുതി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓടിക്കോ. അവിടെ നിൽക്കേ. വേഗം. റോഡിന്റെ അടുത്ത് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞങ്ങൾ നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. വീടില്ല നിന്റെ ബോട്ടു, വീടില്ല നിന്റെ പത്ലു. ബാറ്റ്മാനെ പോലെ ഞാൻ പറന്നിറങ്ങും. എന്റെ വെടിയുണ്ടകളായിരിക്കും നിന്നോട് സംസാരിക്കുന്നത്. പാട്ടല്ല പാടണ്ട സാർ, അവരങ്ങ് വെടിവെക്ക്. പൊളിച്ചെടുത്തല്ലോ. അവന്മാര് നമ്മുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ സൂപ്പർ റണ്ണിംഗ് ക്യാപ്സൂള് കഴിക്കും. ഇനി നമ്മളെ പിടിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി നമ്മുടെ സ്പീഡ് നീ നോക്കിക്കോ. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ടുക്ക, ആദ്യമായിട്ടാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം ഉപയോഗപ്പെടുന്നത്. ആരെങ്കിലും ഒന്ന് ഇത് പിടിച്ചു കൊടുക്കേ. മോട്ടോ, ഒന്ന് വേഗം ആലോചിക്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഹലോ ഹലോ ഹലോ, ചിങ്കം സാറെ ഒന്ന് രക്ഷിക്കേ, വേഗം. ഞാൻ എവിടെയാണോ? അത് വേഗം പറ. ഈ ചിങ്കത്തിന്റെ കയ്യിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇംപോസിബിൾ പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ, നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേറെ സ്ഥലം കിട്ടിയില്ലേ? ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാണ് സത്യം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ആരോട് ചോദിച്ചിട്ടാ എന്റെ മീതെ കയറിയത്? ഇറങ്ങുന്നുണ്ടോ? മര്യാദയ്ക്ക് ഇറങ്ങാനോ പറഞ്ഞ? എന്റെ അമ്മോ, ഇതാ വീണ്ടും അടുത്ത ഗ്രൂപ്പ് ലാൻഡ് ആയല്ലോ. ഇത് രണ്ടാമത്തെ തവണയാണ് ആകാശത്തു നിന്നും അറ്റാക്ക്. ഇംപോസിബിൾ, ഇംപോസിബിൾ. വഴിമാറ്. ഒറ്റണത്തിന് വെറുതെ വിടില്ല. ഈ ചിങ്ങത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ആരാണ് ഈ ടേബിൾ എന്റെ മേത് എറിഞ്ഞത്? ഇപ്പൊ തന്നെ പറയണം. കമോൺ. എന്റെ അമ്മോ, ചില സമയത്ത് നാളികേരം വന്ന് വീഴുന്നു, ചില സമയത്ത് മേശ വന്ന് വീഴുന്നു. ഇനി എന്തെങ്കിലും വീഴാനുണ്ടോ? എന്നാ വേഗം വന്ന് വീണേക്ക്. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ചട്ടുക്ക. എന്റെ 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മരുന്ന് കഴിച്ച് ഞാൻ വയ്യാതെയാവണ്. എന്റെ കാല് ഓടിക്കൊണ്ടേ ഇരിക്കാണ്. ഇത് നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഓടി ഓടി ഞാൻ വയ്യാതെയായി. എന്റെ വസീറ്റാറാമേ, മരുന്നിന്റെ ശക്തി തീരുന്നത് വരെ നമുക്ക് ഓടിയേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 50 ലക്ഷം രൂപ കൊണ്ട് സുഖിച്ചങ്ങ് ജീവിക്കാം.
ഐഡിയ ഡോക്ടറെ ചട്ടുക്ക ഇപ്പൊ ശരിയാക്കി തരാം. പൊളിച്ചെടുത്തല്ലോ, ഇനി എല്ലാം ശരിയാകും. ഇപ്പോഴൊന്ന് സമാധാനമായത്. സമാധാനം വന്നതല്ല, സമാധാനം ദാ പോയി. ലക്ഷങ്ങളുടെ പണാണ് കാറ്റില് പറന്നു പോകുന്നത്. എന്തോ ബാഗ് പോയെന്നോ? പിന്നെ നമ്മള് എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്? വേഗം പോയി ബാഗ് എടുക്കോ, ആ ബാഗ് എടുക്കോ. എങ്ങനെ നിക്കാനാണ്? നിങ്ങളുടെ മരുന്ന് നിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. ആ മരുന്നിന്റെ ശക്തി കുറയുന്നേ ഇല്ല. ആരെങ്കിലും രക്ഷിക്കണേ, ഞങ്ങളൊന്ന് നിർത്തണേ. ആക്രമണം ഉണ്ടായിരിക്കുന്നത്, ഓടിക്കോ. ആക്രമണമൊന്നും അല്ല ബോസ്, ഇത് നമ്മുടെ 50 ലക്ഷത്തിന് പെട്ടി തിരിച്ചു കിട്ടിയതാ. ഇത് കണ്ടോ? എന്റെ പൊന്നു ബോസ്, ഈ ഡാൻസ് ഒന്ന് നിർത്ത്. ഇൻസ്പെക്ടർ ചിങ്കമ്മ എപ്പ വേണേലും എത്തും. മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഈ പെട്ടി സാധാരണ പെട്ടിയല്ല, 50 ലക്ഷത്തിന്റെ ഡീലാ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. അറ്റൻഷൻ. എല്ലാവർക്കും അറിയുന്ന സത്യമാണ്, ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞോളൂ, ഹൈലി എംപോസിബിൾ. എന്നിട്ട് നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഓടിക്കളഞ്ഞത്? ഇപ്പൊ പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചിങ്കം സാറേ, ഇത് ബാഡ്മാൻ ആണ്. ഫുർഫുറി നഗറിലെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള പദ്ധതിയായിട്ട് വന്നിരിക്കുക. ബോംബ് കയ്യിലാക്കാൻ 50 ലക്ഷം രൂപയായിട്ടാ വന്നിരിക്കുന്നേ. ഇത് കണ്ടോ? ഓ, ബാറ്റ്മാൻ, ജോൺ ബാറ്റ്മാൻ. പോലീസ് മുഴുവനും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടി? അതൊരു വേദനാജനകമായ നീണ്ട കഥയാണ് സാർ. അത് മാത്രം ചോദിക്കല്ലേ. ഓക്കേ, all is well that ends well. സന്തോഷമായി. എല്ലാത്തിനും നല്ലൊരു അവസാനം കഥ വന്നല്ലോ. അവസാനിക്കണമെങ്കിൽ നമ്മുടെ ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും ഇവിടേക്ക് എത്തണം. പക്ഷെ ഇപ്പൊ അവരെവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഈ തല്ലിപ്പുള്ളി ഡോക്ടറുടെ തല്ലിപ്പുള്ളി മരുന്നിന്റെ ശക്തി ചെയ്താലും തീർന്നല്ലോ. ഓ, എന്ത് നല്ലൊരു കാലാവസ്ഥ. മഞ്ഞ് പെയ്യുന്നത് കാണാൻ തന്നെ എന്തൊരു സുഖാണ്. ഡോക്ടർ ചട്ടുക്ക, നമ്മളിത് എവിടെയാണ്? എടോ ഡോക്ടർ ചട്ടുക്ക, തന്നെ കൊണ്ട് ഞാൻ വലിഞ്ഞല്ലോ. തന്റെ മരുന്ന് കഴിച്ച് ഓടി ഓടി നമ്മളിപ്പോ മൗണ്ട് എവറസ്റ്റിന്റെ മീതെ എത്തിയിരിക്കാണ്. ഇനി ആരും ഡോക്ടർ മരുന്ന് കഴിക്കരുത്. കഴിച്ചാൽ നിങ്ങളും മൗണ്ട് എവറസ്റ്റ് കയറേണ്ടി വരും.